സുഹൃത്തുക്കളെ, ഒരു കില്ലർ ഫിറ്റ്നസ് ട്രെയിനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു ദിവസം, ഞായറാഴ്ച വേണമെങ്കിൽ ഞായറാഴ്ച തിരഞ്ഞെടുക്കാം, നാട്ടിലൊക്കെ ആണെങ്കിൽ. ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു ഗ്രൗണ്ടിലേക്ക് പോവുക. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ചെയ്യാൻ ഒരുപാട് എക്യുപ്മെൻറ്റ്സിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഫിറ്റ്നസ്സും കുറച്ച് ബോൾ കൺട്രോളുമാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ ബോൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ കുറച്ച് കോൺസ് കയ്യിൽ കരുതുക. ഇനി കോൺസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് കുപ്പിയോ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് മാർക്ക് മാത്രമാണ് വേണ്ടത്, അടയാളം വെക്കണം, അത്രമാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ആഴ്ചകളിലും സ്പോർട്സ്, ഫിറ്റ്നസ്, ഹെൽത്തുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ സ്പോർട്സ് ചാനലുകളിലേക്കും ഒക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രെയിനിങ് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഞാൻ ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു വെയിലുള്ള സമയമാണ്. സാധാരണ ഞാൻ നൈറ്റിലാണ് വർക്കൗട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ വെയിൽ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് വെയിലുള്ള ദിവസമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 7 കോണുകൾ ഇതാ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ മൊത്തം ഗ്രൗണ്ട് മുഴുവനാണ് ഈ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് 7 കോണുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബോളും ഉണ്ട്. വെള്ളം നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക ഇങ്ങനെയുള്ള ട്രെയിനിങ് ചെയ്യുമ്പോൾ. ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ടി വന്നാൽ കുടിക്കുക. ഒരുപാട് വെള്ളം വയറ് നിറച്ചിട്ട് കുടിക്കാൻ പാടില്ല. ചെറുതായിട്ട് സിപ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഫിറ്റ്നസ് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ബോഡി ആ ഒരു ലെവലിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നാവും. പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ചില സമയത്ത് ഡിസീനസ് ഒക്കെ ഫീൽ ചെയ്യാം, തല മിന്നുന്നത് പോലെയൊക്കെ തോന്നുമ്പോൾ ആദ്യമായിട്ടൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ എപ്പോഴും വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇത് പിന്നെ 3ാമത്തെ സെറ്റ് കോൺസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബോളുണ്ട്. നമുക്കൊരു റെസിസ്റ്റൻസ് പാരച്യൂട്ടും ഇവിടെ ഉണ്ട്. ഇനി അവസാനത്തെ സെറ്റ് കോണ് പിന്നെ കുറച്ച് അകലത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബോളില്ല, ജസ്റ്റ് കോൺസ് മാത്രമേ ഉള്ളൂ. ഇവിടെ 7 കോണുകളാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ ഒരു 1.5 മീറ്റർ അകലത്തിലാണ് വെച്ചിട്ടുള്ളത്. മറ്റുള്ള കോണുകൾ വെച്ചിട്ടുള്ളത് 3 അടി അകലത്തിൽ മാത്രമാണ്. നമ്മൾ വാമപ്പുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണുക. നമുക്ക് എല്ലാ വിഷ്വൽസും ഇതിൽ ഉൾപ്പെടുത്താൻ സമയമല്ല. അപ്പോൾ എല്ലാവരും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാമപ്പ് വീഡിയോ കാണുക.
5 റൗണ്ടാണ് നമ്മൾ ചെയ്തത്. നിർത്താതെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ടയേർഡ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ജോഗ് ചെയ്യുക, എന്നിട്ട് 5 റൗണ്ട് തികയ്ക്കാം. ഈ 5 റൗണ്ട് തികയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മാക്സിമം എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റണ്ണിങ് പാരച്യൂട്ട്, ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പാരച്യൂട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വേറെ ആളും കൂടി ട്രെയിനിങ്ങിനുണ്ടെങ്കിൽ അയാളെ ബാക്കിൽ കയറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ട് ഫീൽ ചെയ്യും. ജസ്റ്റ് മാക്സിമം സ്പീഡിൽ റൺ ചെയ്യുക. ഒരുപാട് സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം സ്പീഡിൽ റൺ ചെയ്തിട്ട് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് റണ്ണിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ വെള്ളം കുടിക്കേണ്ടുന്നൊരു അത്യാവശ്യം വന്നാൽ വെള്ളം കുടിക്കുക, ചെറുതായിട്ട് സിപ്പ് ചെയ്തിട്ട് കുടിക്കുക. ഒരിക്കലും വയറ് നിറച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ടു 1 hour അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഓട്സാണ് കഴിച്ചത്. ഇപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ചെറുപയർ കഴിക്കാൻ പറ്റും. ചെറുപയർ നല്ലൊരു ഫുഡാണ്. ചെറുപയറും കുറച്ച് ചോറും, ഒരുപാട് ചോറല്ല, നമ്മുടെ ഒരു കേരളക്കാരുടെ സ്റ്റൈൽ ചോറല്ല. കുറച്ച് ചോറ് എടുക്കുക, കൂടുതൽ ചെറുപയർ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് രാവിലെ കഴിക്കാം. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വരിക. നന്നായിട്ട് വെള്ളം കുടിക്കണം. തലേ ദിവസമൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കണം. എന്നിട്ട് ഈ ട്രെയിനിങ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റീവായിരിക്കും. നിങ്ങളുടെ ഫിറ്റ്നസ് നന്നായിട്ട് കൂടും. നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. നമ്മളിവിടെ നിർത്താൻ പോവുകയാണ്. ഇനിയും നല്ല വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.